8ാം ക്ലാസ്സിലെ ശാസ്ത്ര പുസ്തകത്തിലെ ഫിസിക്സ് അതിൻ്റെ ആദ്യ ചാപ്റ്ററായ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്, അളവുകളും യൂണിറ്റും, ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം, ഏതൊരു വസ്തുവിൻ്റെയും അളവുകൾ നീളമായാലും ഭാരമായാലും നമുക്കൊരു അടിസ്ഥാന തോത് ഉപയോഗിച്ച് മാത്രമേ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കൂ. നമുക്ക് ഈ മേശയുടെ നീളം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വ്യത്യസ്ത പെൻസിൽ കൊണ്ട് ഒന്ന് അളക്കുന്നു. You can find out the length of this table by using two different types of pencils. Take this pencil and find the length of this table. To measure the length of this table, the length of this table is 3.5 pencil. 3.5 പെൻസിൽ നീളമാണ് ഈ മേശയുടെ നീളം, ഈ പെൻസിൽ ഉപയോഗിച്ചത്. Then take another pencil. We can measure the length of this table by using this second pencil. We measure its length. 6.5 is the length of this table by using this second pencil. ഈ രണ്ടാമത്തെ പെൻസിൽ ഉപയോഗിച്ചപ്പോൾ ഈ മേശയുടെ നീളം 6.5 പെൻസിൽ ആണ്. നിങ്ങളോട് ഈ മേശയുടെ നീളം എന്തെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പെൻസിൽ ഉപയോഗിച്ചാണ് പറയും 3.5 പെൻസിൽ നീളമെന്ന്, മറ്റേ രണ്ടാമത്തെ ആൾ പറയും 6.5 പെൻസിൽ നീളം. അപ്പൊ ഒരേ നീളമുള്ള മേശയുടെ നീളമാണ് വ്യത്യസ്ത അളവിൽ പറയുന്നത്. എന്നാൽ ഞാൻ ഈ 2 വടികൾ തരുന്നു. ഇത് രണ്ടും ഉപയോഗിച്ച് ഈ മേശയുടെ നീളം അളക്കുക. To measure this table by using 2 equal sticks. The length of this table by using the first stick is 2. ഒന്നാമത്തെ വടി ഉപയോഗിച്ചപ്പോൾ ഈ മേശയുടെ നീളം 2 നീളം. അതേ വലിപ്പമുള്ള മറ്റൊരു വടി ഉപയോഗിച്ച് ഈ മേശയുടെ നീളം അളക്കുന്നു. അപ്പോഴും അതിൻ്റെ മേശയുടെ നീളം 2 തന്നെയാണ്. എന്തുകൊണ്ട്? The length of the table by using the 2 sticks, the length is 2 units. 2 അളവുകളാണ്. എന്തുകൊണ്ടാണത് 2 ഒരുപോലെ വന്നത്? ഈ 2 വടിയുടെയും നീളം തുല്യമാണ്. ഒരു ഏകീകൃത അളവ് അതിന് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നീളം അളക്കുന്നതിന് ഒരു ഏകീകൃത യൂണിറ്റ് വേണം, ഒരു അടിസ്ഥാന യൂണിറ്റ് വേണം. The basic unit of length is meter. The symbol of meter is small letter m. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ, അത് m എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതുപോലെ നമുക്ക് നീളത്തിന്റെ ചെറിയ അളവുകളുണ്ട്. സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. In a meter scale, it is divided into equal parts. This is a meter scale. The length is 30 centimeter. It is divided into 30 equal parts. Each part is called centimeter. This meter scale contains 30 centimeter. 30 centimeter. ഇതിനെ ഓരോ ഭാഗത്തെയും തുല്യ 30 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ മീറ്ററിന്റെ ചെറിയ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. In between 1 centimeter, it is equally divided into 10 another equal segments. It is known as millimeter. In between 1 centimeter, it is divided into 10 equal parts. Each line
each line is called millimeter. Then 1 centimeter is again divided into smaller unit called millimeter. Meter, centimeter, millimeter. 1 meter is equal to 100 centimeter. 1 centimeter is equal to 10 millimeter. Then 1 meter is equal to 100 into 10, 1000 millimeter, or 10 raised to 3 millimeter. Then we can find out the length of a straight line. This line, it is divided into equal parts. PQ is 2 centimeter. PR is equal to 10 centimeter. And RS is equal to 15 centimeter. ഈ സ്കെയിലിൽ, ഈ ലൈനിൽ PQ, PR, RS ഈ അളവുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബുക്കിൽ ഈ അളവുകൾ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ഈ അളവുകൾ അതിൽ രേഖപ്പെടുത്തുക. ഇതിപ്പോൾ നീളം നമ്മൾ അളന്നു. ഇതുപോലെ നമുക്കൊരു പേപ്പറിന്റെ കനം കണ്ടുപിടിക്കാം. ഈ പേപ്പറിന്റെ കനം നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കുവാൻ സാധിക്കുന്നില്ല. We cannot measure the thickness of this paper by using a meter scale. So how will you find out the thickness of paper? Take 100 papers. 100 പേപ്പറുകൾ എടുക്കുക. ആ 100 പേപ്പറുകളുടെ കനം ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക. ഇതുപോലെ ഒരു 100 പേപ്പർ എടുത്തു വെച്ചിട്ട് അതിന്റെ തിക്നെസ് ഒരു സ്കെയിൽ കൊണ്ട് അളന്നാൽ അതിന്റെ അളവ് എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ 100 പേപ്പർ ഇവിടെ വയ്ക്കുന്നു. ഈ 100 പേപ്പറിന്റെ കനം 1.5 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. 100 പേപ്പറിന്റെ കനം, 100 പേപ്പറിന്റെ തിക്നെസ് എത്രതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? 1.5 സെന്റിമീറ്റർ, 1.5 centimeter. Then what is the thickness of one paper? ഒരു പേപ്പറിന്റെ കനം. We can find out the thickness of one paper. 1.5 divided by number of papers. The thickness of 100 paper, 1.5. It is divided by 100. That means number of papers is equal to 0.015 centimeter is the thickness of one paper. Also we can find out the length of a curved line. We cannot using the length of a curved line by using a meter scale. How can you measure the length of the curved line? Draw a curved line. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കാണിക്കാം. Draw a curved line, taking a twine and measure through the line. You can measure the length of the curved line. By using a scale, find out the length of the twine. It is 30 plus 20, 50 centimeter. The length of this curved line is 50 centimeter. 50 centimeter നീളമാണ്. അപ്പോൾ ഈ curved ലൈനിന്റെ നീളം അളക്കുവാൻ ഞാൻ ആ curved ലൈനിലൂടെ ഒരു നൂല് കടത്തി, നൂല് കൊണ്ടുപോയി ആ നൂലിന്റെ നീളം അളന്നു. അതാണ് ആ curved ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്.
അതേപോലെ നമുക്ക് ഒരു ബോളിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ diameter of a ball? Take two boxes, then put the ball in the middle of these two balls. ഇതിന്റെ മധ്യഭാഗത്തായിട്ട് ബോൾ വെച്ചിട്ട് ഈ ബോളിന്റെ അതിനെ ഒരുപോലെ ക്രമീകരിച്ചിട്ട് ആ ബോളിന്റെ അകത്തെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള നീളം ഈ സ്കെയിലിൽ മെഷർ ചെയ്യുക. അത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ ബോളിന്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ ഓഫ് ദ ബോൾ ഈസ് 6 സെന്റിമീറ്റർ. അപ്പൊ നേരിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കുവാൻ സാധിക്കാത്ത ഒരു പേപ്പറിന്റെ കനം, ഒരു വളഞ്ഞ രേഖയുടെ നീളം, ഒരു ബോളിന്റെ ഡയമീറ്റർ, ഇത് ഈ പറഞ്ഞ മാതൃകയിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇതേപോലെ നീളത്തിന്റെ വലിയ യൂണിറ്റുകളുണ്ട്. അസ്ട്രോണമിക്കൽ യൂണിറ്റും ലൈറ്റ് ഇയറും. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ലെങ്ത് ഫ്രം ദ എർത്ത് ടു ദ സൺ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ആവറേജ് ശരാശരി ദൂരമാണ്. ഇത് ഏകദേശം 15,000 കോടി നീളമാണ്, കിലോമീറ്റർ ദൂരമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് സൂര്യനിലേക്കുള്ളത്. ഇതേപോലെ ലൈറ്റ് ഇയർ, വലിയ യൂണിറ്റാണ് ലൈറ്റ് ഇയർ. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ 1 ഇയർ, അതാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. അപ്പം സാധാരണ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ നമുക്ക് നേരത്തെ പറഞ്ഞു. 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കിലോമീറ്റർ. അതിനേക്കാൾ വലിയ സ്ഥലങ്ങളാണെങ്കിൽ, ദൂരമാണെങ്കിൽ അത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിച്ചും ലൈറ്റ് ഇയർ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, വളരെ കനം കുറഞ്ഞ പേപ്പർ ക്യാരി ബാഗ് ഉണ്ട്. What is the thickness of a paper carry bag? It is measured by the unit micrometer. അപ്പോൾ മൈക്രോമീറ്റർ, നാനോമീറ്റർ ഇവയെല്ലാം മീറ്ററിനേക്കാളും സെന്റിമീറ്ററിനേക്കാളും മില്ലിമീറ്ററിനേക്കാളും ചെറിയ അളവുകളാണ്. അതിനേക്കാട്ടിൽ വലിയ അളവുകളും ഉണ്ട്. ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്കൊരു ചെറിയ ഒരു അസൈൻമെന്റ് ഞാൻ തരുന്നു. നിങ്ങൾ ടേബിളിൽ അടുത്ത ദിവസം ഇത് പൂർത്തിയാക്കി കൊണ്ടുവരിക. 10 meter is equal to dash centimeter. 100 millimeter is equal to dash centimeter. 150 centimeter is equal to dash meter. 2000 is equal to dash kilometer. ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം മറ്റൊരു അസൈൻമെന്റ് കൂടെ തരുന്നു. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, ഒരു പ്രകാശ വർഷം എന്നത് എത്ര കിലോമീറ്റർ ആണ്? 1 light year is how much is 1 light year? How much kilometer is 1 light year? ഇത് ഇത്രയും അടുത്ത ദിവസം എഴുതിക്കൊണ്ടുവരിക. ഭംഗിയായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്കൂളിൽ വന്ന് ഭംഗിയായിട്ട് പഠിക്കുവാനായിട്ട് ജഗദീശ്വരൻ അവസരം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്